ഒരു മനുഷ്യനാണ് അയാളുടെ വേതനം എത്ര വേണം എന്ന് തീരുമാനിക്കുന്നത്. അത് നമ്മുടെ വീട്ടിൽ തേങ്ങയിടാൻ വരുന്ന ചേട്ടനാണെങ്കിലും നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകനാണെങ്കിലും അവരുടെ വേതനം അവർ പറയും. അതിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ അവരുടെ സേവനം ഏറ്റുവാങ്ങും. നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന ഒന്നല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരാളെ നമ്മൾ സമീപിക്കും. അതാണ് സാധാരണ നടക്കാറ്. തമിഴ് ഗാനരചയിതാവും സംവിധായകനുമായ പ്രിയൻ തന്റെ പുതിയ സിനിമയുടെ പ്രമോഷനായി സോഷ്യൽ മീഡിയ താരം അമല ഷാജിയെ സമീപിച്ചു. റീൽസ് വഴി പ്രശസ്തയായ ഒരു വ്യക്തിയാണ് അമല ഷാജി. എന്റെ അറിവിൽ വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇൻകം ഒന്നും കിട്ടുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ ഒരു വ്യക്തിയാണ് അമല ഷാജി. അപ്പോൾ അമല തന്റെ പ്രതിഫലമായി 2 ലക്ഷം രൂപയും ഫ്ലൈറ്റ് ടിക്കറ്റും ആവശ്യപ്പെട്ടു പ്രിയനോട്. അത് പ്രിയന് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. പ്രിയന്റെ ബോധം തന്നെ അപ്പു പോയി. പ്രിയൻ പറയുന്നത് ഇൻസ്റ്റഗ്രാം അല്ല ലോകം, ഇവരൊക്കെ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ്. எதை தொட்டாலும் காசு கேட்குறான் பெருசு பெருசா. அந்த அளவுக்கு திருமணாலும் காசு கேட்குறான். பயமா இருக்குது. ஒரு இன்ஸ்டால 2 நிமிஷம் ஆடுற பொண்ணு 50,000 கேட்குது. ஓ ஹீரோயினுக்கே சம்பளம் கொடுக்க மாட்டான். ஏன் நீங்க என்ன 2 நிமிஷம் ஆடுறதுக்கு 50,000 கேட்குறீங்க? ஒரு பொண்ணு கேரளாவில் ஆடுது 2 lakhs சார் அப்படின்னுச்சு. எதுக்குமா அப்படின்னு. அது 30 seconds சார். எம்மா 30 நொடி நீ ஆடுறதுக்கு 2 லட்சமாம்மா. எங்கள் கலைஞன்ட்ட கொடுத்தா 2 வருஷம் விடிய விடிய வேலை பார்ப்பாம்மா. அதை கொடுத்தீங்கன்னா ஃப்ளைட்லாம் போட்டு தெரியுங்களான்னு வேறு கேட்டுச்சு. ஏம்மா நானே ஃப்ளைட்டில் போகலாமா, எங்கம்மா ஃப்ளைட்டில் போட்டு கூட்டு போனோன்னு தலை சுற்றிருச்சு எனக்கு. இல்லை ப்ளஸ் காதில் உள்ள சரியா எங்கள் மேனேஜர்கிட்ட பேசுன்றாங்க, பிஆர்ஆர்ட்ட பேசுன்றாங்க. யோ என்னையா நினச்சிட்டு இருக்கீங்க, என்னையா நடக்குதுங்க? இன்ஸ்டா மட்டும் ஒரு திறந்து வச்சுட்டு. എനിക്ക് മനസ്സിലാകാത്തത് വർഷങ്ങളുടെ പരിശ്രമവും കൺസിസ്റ്റൻസിയും കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹ്യൂജ് പ്രൊഫൈലാണ് അമല ഷാജി എന്ന പ്രൊഫൈൽ. അപ്പോൾ സ്വാഭാവികമായും അവരുടെ വേതനം അവർ തന്നെ തീരുമാനിക്കും. 40 ലക്ഷം വരുന്ന ഫോളോവേഴ്സിലേക്ക് നിങ്ങളുടെ സിനിമ എത്താൻ വേണ്ടിയല്ലേ നിങ്ങളും അവരെ സമീപിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെ ഫെയിം ആയതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അവർക്ക് ഒരു റെസ്പെക്ട് ഇല്ലാതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഒരാളുടെ കഷ്ടപ്പാടും പരിശ്രമങ്ങളും ഒന്നും മനസ്സിലാക്കാതെ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് വായിൽ തോന്നിയത് ഇനിയെങ്കിലും വിളിച്ചു പറയാതിരിക്കുക. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.